ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നൊരു മഴ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു മഴ കാണുമ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ തന്നെ ഒരു മടിയാണ്. പക്ഷെ എണീക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം മോന് സ്കൂളിൽ പോകണം, അതുപോലെ തന്നെ ഇന്ന് ഗ്രീഷ്മയ്ക്കും പോകണം കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിൽ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ചുക്കവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വേവണ അരിയായ കാരണം തന്നെ പെട്ടെന്ന് ചോറാവും കേട്ടോ. പിന്നെ ഇതാ അവിടെ തേങ്ങ ചിരകുന്നുണ്ട്. പിന്നെ കറി കുറുമക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കറി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളപ്പം നമ്മൾ കഴിക്കണ ആ ഒരു ടൈമിൽ അങ്ങനെ ചൂടോടുകൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ മത്തങ്ങ കൊണ്ട് എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പയറിട്ടിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ വെറുതെ മത്തങ്ങ കൊണ്ട് മാത്രമായിട്ട് എലിശ്ശേരി ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അയിലമീന കിട്ടിയിട്ടുണ്ടായിരുന്നത്, അത് അച്ഛൻ കൊടുന്നതായിരുന്നു. അപ്പോൾ അത് വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എണീപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് എണീക്കാൻ നല്ല മടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മഴയും തണുപ്പാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുക, ഫാൻ ആദ്യം ഒന്ന് ഓഫാക്കിയിടും. ഫാൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ തനിയെ എണീക്കും കേട്ടോ. അപ്പോൾ അതാ ആളിതാ കണ്ണൊക്കെ തിരുമിയിട്ട് അങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഓരോന്നും പറഞ്ഞിട്ട് അവനെങ്ങനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നെ ഗ്രീഷ്മയും വന്നിട്ട് അവളും അവിടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ഉഷാറായിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ഇതാ വിളക്കൊക്കെ കൊളുത്തി കാട്ടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ രാവിലെ നേരത്തെ കുളിയുള്ള കാരണം തന്നെ വിളക്ക് കാട്ടലൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യണത് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക, ഒരു ഉണർവ് കിട്ടും കേട്ടോ. പിന്നെ അതങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം പിന്നെ ഉഷാറായി എണീറ്റ് വന്നത് അവിടെ ഓടിക്കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ എണീറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ പല്ലേക്കാനൊന്നും അങ്ങനെ മടി കാണിക്കില്ല കേട്ടോ. അല്ലാച്ച ആൾക്ക് ഭയങ്കര മടിയായിരിക്കും. പല്ലേക്കാനും കുളിക്കാനൊക്കെ മടി തന്നെയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ എണീപ്പിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അത് ആ ഗ്രീഷ്മയുടെ ബ്രഷിൻ്റെ അവസ്ഥയാണ് കേട്ടോ കാണിക്കണത്. ഇങ്ങനെയാണ് അവളുടെ ബ്രഷ്. ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെ കടിച്ച്, ഞാൻ അവളോട് ചോദിക്കായിരുന്നു നീ എന്തത് കടിച്ച് തിന്നുണ്ടോ എന്നൊക്കെ. അതാണ് അവളുടെ ബ്രഷിൻ്റെ അവസ്ഥ. എല്ലാ വീട്ടിലും കാണും ഇതുപോലൊരു ബ്രഷുള്ള ഒരാൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാ അവൾ പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എങ്ങടെ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അവൾ അവളുടെ ഹസ്ബൻഡ് വീട്ടിൽ പോവാട്ടോ. വടക്കാഞ്ചേരിയാണ് അവരുടെ വീട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം ഇതാ അവൾക്ക് 7th മന്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരണമല്ലോ. അപ്പോൾ ഒരു ചടങ്ങൊക്കെ അവിടെ നിന്നാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ, മരുന്നും പിന്നെ എണ്ണ, തലയിൽ തേക്കുന്ന എണ്ണ, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തോ സെറ്റുമുണ്ടോ അങ്ങനെ എന്തൊക്കെയോ അവൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ആദ്യം ഞാൻ വേഗം പല്ലേപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കൈയോടെ ഇങ്ങനെ ചെയ്തിട്ടില്ല വെച്ചാൽ ആൾ പല്ലൊന്നും തേക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനത് സ്പീഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രീഷ്മ അവിടെ കുളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ അതാ ആദ്യയുടെ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ അത് അവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അവിടെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഗ്രീഷ്മയും കൂടിയും കഴിക്കാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിക്ക് കടന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ആപ്പിളും അതുപോലെ തന്നെ ഡേറ്റ്സും ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഡേറ്റ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ചില ദിവസങ്ങളിൽ കംപ്ലീറ്റ് കഴിക്കും, ചില ദിവസങ്ങളിൽ ബാക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ആൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കറിയായിട്ട് മത്തങ്ങ കൊണ്ട് എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ, മത്തങ്ങ മാത്രം ഇട്ടിട്ട് ആ ഒരു എലിശ്ശേരിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. നോണും കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുത്തേക്കാറില്ല കേട്ടോ. പിന്നെ വെള്ളം കൂടിയും ഫൈനലി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെള്ളമാക്കുമ്പോൾ അതങ്ങനെ ചൂടാറാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വെള്ളം ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് ആ ബാഗിലേക്ക് കൈയോട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഗ്രീഷ്മ അവന് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാഗും കൂടി ഇട്ടുകൊടുത്തു.
അപ്പോൾ ഇനി അവനെ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ, അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ അവനെ കൊണ്ടാക്കിയിട്ട് വരണം. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ശേഷമാണ് അവൾ പോവുള്ളൂ കേട്ടോ. അത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം. പിന്നെ മേമയ്ക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ മേമയുടെ വയറ്റിൽ പോയിട്ട് കേട്ടോ ഉമ്മ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദീനൊക്കെ ഞാൻ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ മുടിയൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ അവിടെ പോകുമ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോവില്ല എന്നൊക്കെയാണ് ആൾ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോതിരം ഇട്ടിട്ട് കയ്യിൻ്റെ മുകളിലൊക്കെ അവൾക്ക് ചെറുതായിട്ട് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോതിരം ഇട്ടിട്ട് ഭയങ്കരമായിട്ട് വിരലിൻ്റെ മുകളിലൊക്കെ നീരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് അവളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ അവൾ നല്ല ചിരിയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇറങ്ങാൻ സമയത്ത് എന്തോ ഭാഗ്യത്തിന് മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോവും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വണ്ടിയിൽ പോണത് കുറച്ചും കൂടി സേഫ്. ഇതാകുമ്പോൾ നമുക്ക് റോഡ് മോശമുള്ള സമയത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ 2 വീലറിൽ തന്നെയാണ് പോണത്. അവളുടെ സ്കൂട്ടർ തന്നെയാണ്, അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ അച്ഛൻ കൊണ്ടാക്കി വിടുന്നത്. അപ്പോൾ അങ്ങനെ അവൾ റെഡി ആയി നിന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ചെറുതായിട്ട് മഴ ഇങ്ങനെ തൂളിയിട്ടപ്പോൾ ചെറിയ രീതിക്ക് ഇട്ട അപ്പോൾ വേഗം റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള പിന്നെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി അടിയും തൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അതൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലോഡ് പാത്രങ്ങൾ കുന്നുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഞാനിതെടുത്ത് കഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം കഴുകണ പരിപാടി എല്ലാവർക്കും നല്ല മടിയാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ പാത്രം കഴുകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചെറുപ്പം തൊട്ടേ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആ പണി ഞാൻ തന്നെ ഏറ്റെടുക്കും കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഓരോന്നായി കഴുകുന്നുണ്ട്. അത് കഴുകിയിട്ട് പിന്നെ കൈയോട് കൂടിയിട്ട് ഈ കൊട്ടത്താളൊക്കെ ഒന്ന് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ മീനൊക്കെ ഇവിടെ വെച്ച് നന്നാക്കി കാരണേ മഴയായ കാരണം പുറത്ത് കൊണ്ടുപോയി നന്നാക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ അങ്ങനെ കൈയോട് കൂടിയിട്ട് അങ്ങനെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈപ്പാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മൂവ് ചെയ്യിക്കാനും പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൊട്ടത്തളൊക്കെ കഴുകാൻ പറ്റും. പിന്നെ ആ സോപ്പാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അതും കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കൈയോടുകൂടി കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.